വെൽക്കം ടു ഗ്രേഡിയൻറ്റ് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന ചാപ്റ്ററിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിന് മുമ്പേ ഉള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം. എസ്പെഷ്യലി പ്രഷർ എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്, കോറിയോളിസ് ഫോഴ്സ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രം ഇന്നത്തെ ക്ലാസ് കാണുക, എങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ എങ്ങനെയാണ് വിൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. നോട്ട് കിട്ടാൻ എന്ത് ചെയ്യണം? ടെലഗ്രാമിൽ പോകണം. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഓക്കെ, കമൻറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, അത് നമുക്ക് കാണുന്നവർക്കൊരു അല്ലേ ഈ ചെയ്യുന്ന എനിക്കൊരു സന്തോഷം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. വിൻഡ് എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം അല്ലേ? എന്താണ്? ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ അല്ലേ? എന്തുവാണ്? ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിൻഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ഹൈ പ്രഷറുള്ള സ്ഥലത്ത് നിന്നും ലോ പ്രഷറുള്ള സ്ഥലത്തോട്ട് ഇതാ ഇങ്ങനെ തിരശ്ചീനമായി മൂവ് ചെയ്യുന്ന എയറിൻ്റെ മൂവ്മെൻറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഈ വിൻഡ് വീശുന്നത്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ വിൻഡ് ഫോം ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി വിൻഡിനെ നമുക്കൊരു 4ആയിട്ട് തിരിക്കാം. ആദ്യം വരുന്നു പെർമനൻറ്റ് വിൻഡ്. ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് വരെ പ്ലാനറ്ററി വിൻഡ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓർമ്മയില്ല പ്ലാനറ്ററി വിൻഡ് എന്ന് പറയുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പേരൊന്ന് മാറ്റി പെർമനൻറ്റ് വിൻഡ്. കാരണം ഇത് വർഷം മുഴുവൻ ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഭൂമി കറങ്ങുന്ന അത്രയും കാലം എന്ത് ചെയ്യും? ഇതിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് വരുന്നത് പീരിയോഡിക് വിൻഡ്. ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം വരുന്ന വിൻഡ്, അത് കഴിയുമ്പോൾ അത് പോകും, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. ചില സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന വിൻഡ് ലോക്കൽ വിൻഡ്. അതുപോലെ പെട്ടെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നുണ്ടാകുന്ന ടൈപ്പ് വിൻഡാണ് വേരിയബിൾ വിൻഡ്. നമ്മുടെ ചുഴലിക്കാറ്റ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ അല്ലേ, ന്യൂനമർദ്ദം കാരണമൊക്കെ ഉണ്ടാകുന്നത്, അതാണ്. അതിലാദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർമനൻറ്റ് വിൻഡിനെ പറ്റിയാണ്. പെർമനൻറ്റ് വിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് മുമ്പ് കുറച്ച് പ്രഷർ ബെൽറ്റുകൾ പഠിച്ചു. ഏതൊക്കെ പ്രഷർ ബെൽറ്റാണ് പഠിച്ചത് പറ? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് പഠിച്ചു. പിന്നെ അത് പഠിച്ചു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് പഠിച്ചു. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റും പോളാർ ഹൈ പ്രഷർ ബെൽറ്റും പഠിച്ചു. ഇതിലുള്ള ഈ പറയുന്ന ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട്, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർമനൻറ്റ് വിൻഡ്, അല്ലെങ്കിൽ നമ്മളിതിനെ വിളിക്കുന്ന പേര് പ്ലാനറ്ററി വിൻഡ് അല്ലെങ്കിൽ പ്രിവെയിലിംഗ് വിൻഡ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഓക്കെ, സോ ദ വിൻഡ് ബ്ലോയിങ് കോൺസ്റ്റൻ്റ്ലി ഓവർ പെർട്ടിക്കുലർ ഡയറക്ഷൻ ത്രൂ ഔട്ട് ദ ഇയർ ഈസ് കോൾഡ് പെർമനൻറ്റ് വിൻഡ്. സത്യത്തിൽ എവിടെ ഫ്ലോ ചെയ്യുന്നത്? ഈ പറയുന്ന പ്രഷർ ബെൽറ്റുകൾക്ക് ക്രോസ് ആയിട്ടാണ്. അവയെ നമ്മൾ പ്രിവെയിലിംഗ് വിൻഡ് എന്നും പ്ലാനറ്ററി വിൻഡ് എന്നും വിളിക്കുന്നുണ്ട്. ഇവർ മൊത്തം 3 എണ്ണമാണ് ഉള്ളത്. അപ്പം ഞാൻ ആദ്യം അതിൻ്റെ ഒരു പരിപാടി ഒന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ജസ്റ്റ് പഠിച്ചാൽ മതി, ടെക്സ്റ്റ് ബുക്കിൽ അധികം ഒന്നും പറയുന്നില്ല, ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇവിടെ കാണുന്നതാണ് എന്ത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലോട്ട് വീശുന്ന കാറ്റ്. അതേപോലെ സൗത്തിൽ ഏതാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ടല്ലോ, സൗത്തിലും ഉണ്ടല്ലോ, നോർത്തിലും സൗത്തിലും 30 ഡിഗ്രി നോർത്തിലും 30 ഡിഗ്രി സൗത്തിലും 0 ഡിഗ്രിയിലും ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്ത് പറ്റും? അത് മൂവ് ചെയ്യുന്ന ഇടത്തോട്ട് അല്ലേ, അതാ ഇങ്ങനെ അല്ലേ, അത് മൂവ് ചെയ്യുന്നിട്ട് ഇടത്തോട്ട്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലോട്ട് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് വീശുന്ന ഈ ഒരു കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുന്നത്. എന്ത് വിൻഡ് എന്ന് വിളിക്കുന്നത്? ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുന്നത്. പണ്ട് കാലത്ത് ട്രേഡിന് പോകുന്ന ആൾക്കാർ കപ്പൽ മാർഗമുള്ള യാത്രയ്ക്ക് സഹായിച്ചതിരുന്നത് കൊണ്ടാകാം ഇതിനെന്ത് വിളിക്കുന്നത്? ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുന്നത്. ഇതിനെ 2ആയിട്ട് തിരിക്കാനൊക്കെ പറ്റും, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, അതുകൊണ്ട് ഞാനും പറയുന്നില്ല. ഇനി അടുത്ത് വരുന്നു എന്തുവാണ്? നമ്മൾ ഈ പറയുന്ന സബ് ട്രോപ്പിക്കൽ ഹൈയിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ടല്ലോ, ഇതുമാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. എത്ര ഡിഗ്രി? 60 ഡിഗ്രി നോർത്തിലും 60 ഡിഗ്രി സൗത്തിലും. ഇവരുണ്ടല്ലോ പോകുന്നതിൻ്റെ എന്ത് ചെയ്യും? ഈ കാറ്റുണ്ടല്ലോ, എവിടെയാണ്? ഇവിടെയാണ്. അയ്യോ, ഞാൻ ഡയറക്ഷൻ മാറിപ്പോയി അല്ലേ. ഇവിടെ ഞാൻ ഈ വരച്ചതിൻ്റെ ചെറിയൊരു ഡയറക്ഷൻ ഒന്ന് മാറിപ്പോയിട്ടുണ്ടേ കണ്ടോ. സബ് ട്രോപ്പിക്കലിൽ നിന്ന് ഇക്വറ്റോറിയലിലോട്ടാണ്. എവിടെ നിന്നാണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓക്കെ. അതുപോലെ ഇവിടെയും ഞാൻ ഡയറക്ഷൻ ഒന്ന് തിരിഞ്ഞു പോയി. എന്തുവാണ്? സബ് ട്രോപ്പിക്കൽ ഹൈയിൽ നിന്നും ഇക്വറ്റോറിയൽ ലോയിലോട്ട്. ഇത്
ഡയറക്ഷൻ ഒന്ന് മാറിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് ഈ പറയുന്ന സബ് ട്രോപ്പിക്കൽ ഹൈയിൽ നിന്നും സബ് പോളാർ ലോയിലോട്ട് വീശുന്ന കാറ്റുണ്ട്. അത് നോർത്തേൺ ഹെമിസ്ഫിയറിലുണ്ട്, സദേൺ ഹെമിസ്ഫിയറിലുണ്ട്. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെസ്റ്റേർലീസ് എന്ന് വിളിക്കുന്നത്. വെസ്റ്റേർലീസ് എന്ന് വിളിക്കും. ഇനി ഈ പറയുന്ന ഭാഗം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രേഡ് വിൻഡ്, വെസ്റ്റേർലീസ്. ഇവർ വിളിക്കുന്ന പേര് പോളാർ ഈസ്റ്റേർലീസ്. മുകളിലും ഉണ്ട് താഴെയും ഉണ്ട്. എന്താണ്? പോളാർ ഈസ്റ്റേർലീസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയാണ് 4 ട്രേഡ് വിൻഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ഫിഗർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഇവിടെ കണ്ടോ, നോക്കിയോ, കണ്ടോ. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോയിലോട്ട്, കമ്പാരിറ്റീവ്ലി ദിശ എങ്ങോട്ടാണെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ സബ് ട്രോപ്പിക്കൽ ഹൈ നോർത്തിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോയിലോട്ട്. കണ്ടോ, വീണ്ടും കണ്ടോ. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രേഡ് വിൻഡ്. ഇനി അടുത്ത് ഇവിടെ കണ്ടോ, ഇത് ഇവിടുന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുന്ന കാറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈയിൽ നിന്ന് സബ് പോളാർ ലോയിലോട്ട്. ഇവിടെ എന്താ കണ്ടോ, സബ് ട്രോപ്പിക്കൽ ഹൈയിൽ നിന്ന് സബ് പോളാർ ലോയിലോട്ട് പോകുന്ന ഈ കാറ്റ്. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇവന്മാർ രണ്ടുപേരെയും കൂടി ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെസ്റ്റേർലീസ് എന്ന് വിളിക്കുന്നത്. അടുത്ത് ഈ പറയുന്ന പോളാറിൽ നിന്ന് താഴോട്ട്, പോളാറല്ല, എപ്പോഴും ഹൈ പ്രഷർ ചെയ്യുന്ന കാറ്റ് ഉണ്ടാവുള്ളൂ. പോളാറിൽ നിന്ന് താഴോട്ട് ഇങ്ങോട്ട്, അതുപോലെ ഈ പോളാറിൽ നിന്ന് താഴോട്ട് ഇങ്ങോട്ട്, ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളാർ ഈസ്റ്റേർലീസ് എന്ന് വിളിക്കുന്നത്. ഈസ്റ്റേർലീസ് പേരില്ലല്ലോ, നമ്മളിപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് പോളാർ എന്നേ മാത്രമേ ഉള്ളൂ. ശരി. എന്താ വിളിക്കുന്നത്? പോളാർ വിൻഡ് എന്ന് വിളിക്കുന്നത്. ഈ കഴിഞ്ഞ മുമ്പ് പഠിപ്പിച്ചതിൻ്റെ ഒരു ഹാങ് ഓവർ കൊണ്ടാണ് ഞാൻ ചില വാക്കുകളൊക്കെ അധികമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ പഠിപ്പിച്ച് പോകുമ്പോൾ നമ്മൾ ആ വാക്ക് അതിൻ്റെ കൂടെ അവിടെ പോളാർ ഈസ്റ്റേർലി എന്നായിരുന്നു അന്ന് ടെക്സ്റ്റ് ബുക്കിൽ പേര് കൊടുത്തിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഈസ്റ്റേർലി വെട്ടിക്കളഞ്ഞിട്ട് എന്താക്കി? പോളാർ വിൻഡ് ആക്കി. ഇവരാണ് വിൻഡ്. ഓക്കെ ആണല്ലോ. ഇനി ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞാൽ തീർന്നു. ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഭാഗം കണ്ടോ, ഈ പറയുന്ന 2 ട്രേഡ് വിൻഡുകൾ മീറ്റ് ചെയ്യുന്ന ഇക്വേറ്ററിൻ്റെ ഭാഗം, ഇതിനൊരു പേര് വിളിക്കും. ഇതിൻ്റെ പേരാണ് ITCZ. എന്തുവാണ്? ITCZ അഥവാ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. എന്തുവാണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ, ITCZ. ഏതാണ്? ഈ പറയുന്ന 2 ട്രേഡ് വിൻഡുകളും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ പേര് പറഞ്ഞ് വിളിക്കുന്നത്. കണ്ടോ, ഈ ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ടേബിൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കിടക്കുന്നു. കണ്ടോ. ഫസ്റ്റ്, എന്താണ് ട്രേഡ് വിൻഡ്? സബ് ട്രോപ്പിക്കൽ ഹൈയിൽ നിന്നും ഇക്വറ്റോറിയൽ ലോയിലോട്ട് വീശുന്നു, നോർത്തിലോട്ട് സൗത്തിലോട്ട്. എന്താണ് വെസ്റ്റേർലി? സബ് ട്രോപ്പിക്കൽ ഹൈയിൽ നിന്നും സബ് പോളാർ ലോയിലോട്ട് വീശുന്നു. ഇത് ഇവിടെ ഒരു ചോദ്യമാണ്. ഇത് ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ള ചോദ്യമാണ്. ഈ വെസ്റ്റേർലീസ് കാറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നോക്കടാ, ഈ കാണുന്ന വെസ്റ്റേർലീസ് കണ്ടോ, ഇതാണ് വെസ്റ്റേർലീസ് കാറ്റ്. നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും നമ്മൾ എടുക്കുകയാണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഇവരുടെ വേഗത എന്ന് പറയുന്നത് കൂടുതലാണ്. ഇവിടെ ഇവരുടെ വേഗത എന്ന് പറയുന്നത് കുറവാണ്. എന്തുകൊണ്ട് എന്ന് ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി. ആ ഫ്രിക്ഷനാണ് ഇവിടുത്തെ വില്ലൻ. നോക്കിക്കോ, ഇവിടെ കണ്ടാൽ കണ്ടോ, ഇവിടെ ഇത്രയും കോണ്ടിനെൻ്റ് ഉണ്ട്, ഇവിടെ ഇത്രയും കോണ്ടിനെൻ്റ് ഉണ്ട്, ഇവിടെ ഇത്രയും കോണ്ടിനെൻ്റ് ഉണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ കണ്ടത് ഇത്ര ഭാഗത്ത് മാത്രമേ കോണ്ടിനെൻ്റ് ഉള്ളൂ, ബാക്കി മൊത്തം കടലാണ്. ഞാൻ അവിടെ പറഞ്ഞിരുന്നു, കടലാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കുറവായാൽ അവിടുത്തെ വേഗത എന്ന് പറയുന്നത് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഉത്തരം കൂടി ഇവിടെ അങ്ങോട്ട് ആഡ് ചെയ്ത് തന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുമ്പോൾ ഓർത്താൽ മതി. ദേ ആർ സ്ട്രോങ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ഡ്യൂ ടു ദ വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് ദ ഓഷൻ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. അല്ലേ, സദേൺ ഹെമിസ്ഫിയറിലെ കടലുകൾ ഉള്ളത് കൊണ്ടാണ് ഇവരുടെ വേഗത എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. സോ ഇവിടുത്തെ കാര്യം എന്താണ്? ഇവിടെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കുറവാണ്. ഇനി ഈസ്റ്റേർലി വെട്ടിക്കോ. നിങ്ങൾ എന്തെന്ന് പഠിച്ചാൽ മതി? പോളാർ വിൻഡ് എന്ന് പഠിച്ചാൽ മതി. പോളാർ വിൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പോളാർ ലോയിൽ നിന്ന് ഏറ്റവും മുകളിൽ 90 ഡിഗ്രി നോർത്തും സൗത്തും, പോളാർ ലോയിൽ നിന്നും സബ് പോളാർ ലോയിലോട്ട് വീശുന്നതാണ് എന്ത്? പോളാർ വിൻഡ്. കോൾഡ് ആണ്, സ്ട്രോങ്ങർ ആണ്. ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും എന്ത് ചെയ്യും? ഈസ്റ്റ് ദിശയിലാണ് വീശുന്നത്. അത്രയൊക്കെ അറിഞ്ഞാൽ മതി. കണ്ടോ,
ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സൗകര്യം പോലെ ഫില്ല് ചെയ്തോളാം. കണ്ടോ, ട്രേഡ് വിൻഡ് ആർ നോർത്ത് ഈസ്റ്റേർലി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സൗത്ത് ഈസ്റ്റേർലി ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. വൈ? കണ്ടോ, ചോദിച്ചേക്കുകയാണ്. ട്രേഡ് വിൻഡിനെ നോർത്തിൽ നമ്മൾ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നും സൗത്തിൽ അതിനെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നും വിളിക്കും. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. മൊത്തത്തിൽ ഞാൻ വരച്ച് കുളമാക്കി അല്ലേ. ഞാൻ മാച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം അതിൻ്റെ കാരണം എന്താണെന്ന്. ഇവിടെ സംഭവം ഞാൻ പറഞ്ഞു, ഒരു വിൻഡിൻ്റെ പേരിടുന്നത് എപ്പോഴും ആ വിൻഡ് വരുന്ന ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ ഫസ്റ്റ് നോർത്തേൺ ഹെമിസ്ഫിയർ ട്രേഡ് വിൻഡ് എന്താണെന്ന് അറിയാമല്ലോ, സബ് ട്രോപ്പിക്കൽ ഹൈയിൽ നിന്നും ഇക്വറ്റോറിയൽ ലെവലിലോട്ട് വീശുന്ന കാറ്റ്. അപ്പോൾ ഇതിങ്ങനെയായിരുന്നു വീശേണ്ടിയിരുന്നത്. പക്ഷേ എന്ത് പറ്റും, കോറിയോളിസ് ഫോഴ്സ് കാരണം അതിൻ്റെ വലതുവശത്തോട്ട് ബെൻഡ് ചെയ്യും. അപ്പോൾ വലതുവശത്തോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ദിശ നോക്ക്, ഈ ദിശയിൽ നിന്നല്ലേ വരുന്നത്, ഇത് ഈസ്റ്റ് ഇത് നോർത്ത്. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കും, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് വിളിക്കും. അതുകൊണ്ടാണ് ഇവിടുത്തെ വിൻഡിനെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുന്നത്. ഇനി സൗത്തിൽ നോക്കി നോക്കുക സംഭവം. സദേൺ ഹെമിസ്ഫിയറിൽ ഇങ്ങനെ വീശേണ്ട കാറ്റാണ്, പക്ഷേ എന്ത് ചെയ്യും, അതിൻ്റെ വെസ്റ്റിലോട്ട് ബെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടത്തോട്ട് ആരോ മാർക്ക് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദിശ ഒന്ന് നോക്കടാ, ദിശ നോക്ക് എവിടുന്നാണ് വരുന്നത്, കണ്ടോ, സൗത്ത് ഈസ്റ്റ്. അപ്പോൾ ഇത് ഏത് ദിശയിൽ നിന്നാണ് വരുന്നത്, സൗത്ത് ഈസ്റ്റ് ദിശയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ പ്രശ്നം എന്താണ്, കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുക്കുകയും ചെയ്തു, ഇവിടെ അത് മൊത്തത്തിൽ കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് ഈ ഒരു ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് സാധാരണ വായിക്കുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ആ ഭൂമിയൊക്കെ വരച്ച് പറയുന്ന കാര്യം പറഞ്ഞു തന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, കാരണം വിൻഡ് ആർ നെയിംഡ് ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഫ്രം വിച്ച് ദേ ബ്ലോ. ഏത് ഡയറക്ഷനിൽ നിന്നാണോ അത് വീശുന്നത് ആ ഡയറക്ഷൻ വെച്ചാൽ പറയുന്നത്. അപ്പോൾ നോർത്ത് ട്രേഡ് വിൻഡ് എന്ന് പറയുമ്പോൾ അതെന്താണ്, അത് ഏത് ദിശയിലാണ് വീശുന്നത്, അത് ഇതാ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് ദിശയിൽ നിന്ന് വീശുന്നത് കൊണ്ട് അതിനെ നോർത്തേൺ ഈസ്റ്റേർലി എന്നും, സദേൺ ഹെമിസ്ഫിയറിലാകുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, അത് സൗത്ത് ഈസ്റ്റിൽ നിന്ന് വീശുന്നതുകൊണ്ട് നമ്മളതിനെ എന്ത് ചെയ്യുന്നു, സൗത്ത് ഈസ്റ്റേൺ ഈസ്റ്റേർലി അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് വിൻഡ് എന്നും വിളിക്കുന്നു. ഇതാണ് അതിൻ്റെ കാരണം. ഓക്കെ, ഇനി ഇവിടെ മറ്റേ ചോദ്യം എന്താണ്, വെസ്റ്റേർലീസ് എന്ന് പറയുന്നത് സദേൺ ഹെമിസ്ഫിയർ സ്ട്രോങ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത്ര സ്ട്രോങ്ങും അല്ല. എന്തുകൊണ്ട് ഓഷൻ എക്സ്പാൻസ് കൂടുതൽ താഴെയാണ്, അപ്പോൾ ഫ്രിക്ഷൻ കുറവാണ്. ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ ഇവിടെ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഇത് മനസ്സിലാക്കി വെച്ചോ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യം വരും. ഇത്രയും ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ, ഇത്രയും കാര്യം നിങ്ങൾക്ക് സെറ്റാണല്ലോ, മനസ്സിലാവുമല്ലോ കാര്യം എന്താണെന്നുള്ളത്. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ തൊട്ട് മുമ്പുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാതിരിക്കണം, എങ്കിലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മൊത്തം കിളി പറഞ്ഞിരിക്കും അല്ലേ. അപ്പോൾ മുമ്പത്തെ ക്ലാസ്സുകൾ കണ്ടിട്ട് ഈ ക്ലാസ് കാണുമെന്ന് ഞാൻ ആദ്യം വീണ്ടും പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വരുന്നു പീരിയോഡിക് വിൻഡ്. ഫസ്റ്റ് പറഞ്ഞു പെർമനൻറ്റ് വിൻഡ്, രണ്ടാമത് വരുന്നതാണ് പീരിയോഡിക് വിൻഡ്. പീരിയോഡിക് വിൻഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ദ വിൻഡ് സബ്ജക്റ്റഡ് ടു പീരിയോഡിക് റിവേഴ്സൽ ഓഫ് ഡയറക്ഷൻ ആർ ടേംഡ് ആസ് പീരിയോഡിക് വിൻഡ്. ദിശ ചേഞ്ച് ചെയ്യുന്ന, കാലത്തിന് സീസൺ അനുസരിച്ച് ദിശ ചേഞ്ച് ചെയ്യുന്ന വിൻഡുകളാണ് പീരിയോഡിക് വിൻഡ് എന്ന് പറയുന്നത്. ലാൻഡ് ബ്രീസ്, സീ ബ്രീസ് ഓൾറെഡി നമ്മൾ പഠിച്ചു. മൗണ്ടൻ ബ്രീസ്, വാലി ബ്രീസ് ഇപ്പോൾ പഠിക്കും. അതുപോലെയുള്ള മൺസൂൺ വിൻഡ്, ഇവർ മൂന്ന് പേര്, ലാൻഡ് ബ്രീസ്, സീ ബ്രീസ് നമുക്ക് ഒരുമിച്ച് കൂട്ടാം. അങ്ങനെ ഇവർ മൂന്ന് പേര്, ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, മൗണ്ടൻ ബ്രീസ്, വാലി ബ്രീസ്, ഇവർ രണ്ടുപേരും ഒരു ദിവസത്തിൽ തന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ 6 മാസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന മൺസൂൺ വിൻഡ്, ഇവരെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പീരിയോഡിക് എന്ന് വിളിക്കുന്നത്. അല്ലെ, നമുക്ക് സ്കൂളിൽ ക്ലാസ്സിൽ ഒരു ദിവസം കുറേ പീരീഡ് ഉണ്ട് അല്ലേ, ആഴ്ചയിൽ ഇങ്ങനെ മാറി ഒരാഴ്ച വരെ കഴിഞ്ഞിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ അതുപോലെ ഒരു ആഴ്ചയിൽ ഇന്ന ദിവസം ഇത്ര വിഷയങ്ങളുണ്ടാകും. അപ്പോൾ അതുപോലെ പീരീഡ് അല്ലേ മാറി വരും. ആ പറയുന്ന മീനിങ്ങിൽ ഓർത്ത് വയ്ക്കുക. പീരിയോഡിക് വിൻഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, പീരിയോഡിക് റിവേഴ്സൽ റിവേഴ്സ് ചെയ്യും, ദിശ ചേഞ്ച് ചെയ്യും അല്ലേ, സീസൺ അനുസരിച്ച് ദിശ ചേഞ്ച് ചെയ്യുന്ന വിൻഡുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പീരിയോഡിക് വിൻഡ് എന്ന് വിളിക്കുന്നത്. അതിലാദ്യം പഠിക്കാൻ പോകുന്ന ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്. ഇത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരുമല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നതാണ് അല്ലേ. ഇതാണ് കടൽ, ഇതാണ് കര. കടൽ ആദ്യം ചൂടാകും ആദ്യം തണുക്കും, തിരിഞ്ഞു പോയി, തന്നെ കര ആദ്യം ചൂടാകും ആദ്യം തണുക്കും. അപ്പോൾ രാവിലെ സൂര്യപ്രകാശം വന്ന് വീഴുന്നു, രണ്ടിടത്തും വീഴുന്നു. പക്ഷേ എന്ത് പറ്റും, കര ആദ്യം ചൂടായിട്ട് ഇവിടെയുള്ള എയർ മൊത്തം എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് പോകും. എന്നാ പറയടേ, ഈ എക്സ്പാൻഡ് ചെയ്ത എയർ മുകളിലോട്ട്, ഈ വെർട്ടിക്കൽ ഫ്ലോ ഓഫ് എയറിന് എന്ത് പേര് പറഞ്ഞാൽ വിളിക്കുന്നത്, കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്, അറിയാമെന്നുള്ളവൻ പറ. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും, ഇവിടെ ഒരു ലോ പ്രഷറായിട്ട് മാറും. പക്ഷേ കടൽ അപ്പോഴും ചൂടാവില്ല അല്ലേ, കടൽ പതുക്കെ ചൂടാവും. ചൂടാവാത്തപ്പോൾ തണുത്തിരിക്കുന്ന എയർ ഹൈ പ്രഷറാണ്. അപ്പോൾ ഈ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് രാവിലെ എന്ത് ചെയ്യും, വീശുന്ന കാറ്റ് കടലിൽ നിന്ന് വരുന്നു. സോ വിളിക്കുന്ന പേര് സീ ബ്രീസ്. എപ്പോഴാണ് വീശുന്നത്, ഡേ ടൈമിൽ. എന്തുകൊണ്ടാണ്, ഡ്യൂറിങ് ദ ഡേ ടൈം അല്ലേ, വീശുന്ന ഡേ ടൈമിൽ. എന്ത് പറ്റി, ലാൻഡ് പെട്ടെന്ന് ചൂടാവും സീയേക്കാളും, അപ്പോൾ പറ്റും വാമായ എയർ എന്ത് ചെയ്യും, മുകളിലോട്ട് വരും, അങ്ങനെ ലോ പ്രഷർ ആവും. കൂൾ എയർ കടലിൽ നിന്ന് കരയിലോട്ട് അടിക്കും, അതിന് വിളിക്കുന്ന പേര് കടൽക്കാറ്റ് അഥവാ സീ ബ്രീസ്. രാത്രിയാകുന്നു, കണ്ടീഷൻ മൊത്തം എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. സൂര്യനൊക്കെ അസ്തമിച്ചു, പക്ഷേ കടൽ അപ്പോഴത്തേക്കും ചൂടായി നിൽക്കുകയാണ് അല്ലേ. ദേഷ്യം വന്ന് ചൂടായാൽ പിന്നെ പെട്ടെന്ന് തണുക്കുന്ന ആളല്ല കടൽ. പക്ഷെ കര എന്ത് ചെയ്യും, ലോലനാണ്, പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. അപ്പോൾ പെട്ടെന്ന് തണുത്തപ്പോൾ എന്ത് ചെയ്യും, തണുത്തപ്പോൾ എന്ത് പറ്റി, തണുത്തപ്പോൾ ഇവിടെ ഹൈ പ്രഷറായി,
തണുക്കുമ്പോൾ ഹൈ പ്രഷർ അല്ലേ, നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് പഠിച്ചതാണ്. അപ്പോൾ ഈ ഹൈ പ്രഷർ ആയിരുന്നു ലോ പ്രഷറിലോട്ട്, കരയിൽ നിന്ന് കടലിലോട്ട് രാത്രി വീശും. നൈറ്റ് ടൈം എന്ത് പറ്റി, ലാൻഡ് പെട്ടെന്ന് തണുക്കുന്നു സീയേക്കാളും. വാം എയർ എന്ത് ചെയ്യും, കടലിൽ നിന്ന് മുകളിലോട്ട് പോകും, കരയിലെ തണുത്ത എയർ കടലിലോട്ട് അടിക്കും. അതിന് വിളിക്കുന്ന പേര് ലാൻഡ് ബ്രീസ്. ലാൻഡിൽ നിന്ന് വരുന്നു, സോ വിളിക്കുന്ന പേര് ലാൻഡ് ബ്രീസ്. ഇനി വിശദീകരിക്കുന്നില്ല, നേരെ അടുത്തിലോട്ട് പോവാണ്. മൗണ്ടൻ ബ്രീസും വാലി ബ്രീസും ഇതാ ടെക്സ്റ്റ് ബുക്കിൽ പടം നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും നല്ലത്. കണ്ടോ, പീരിയോഡിക് വിൻഡിൽ ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, പീരിയോഡിക് വിൻഡ് എന്താണ്, ഇതൊക്കെ അവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇല്ലസ്ട്രേറ്റ് ദ ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ് ആൻഡ് റൈറ്റ് എ നോട്ട് ഓൺ ദിയർ ഫോർമേഷൻ ഓൺ യുവർ നോട്ട്ബുക്ക്. നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. കണ്ടോ, പാവം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിരിക്കുകയാണ്. ഇല്ലസ്ട്രേഷൻ കണ്ടല്ലോ, ഇതാണ് എൻ്റെ മനോഹരമായ ഇല്ലസ്ട്രേഷൻ അല്ലേ. എവിടെ കിടക്കുന്നു, ഇതാ കണ്ടോ, നേരത്തെ ഞാൻ വരച്ചു തന്ന് ഇല്ലസ്ട്രേഷൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ വരച്ച് വെച്ചാൽ മതി. ഇനി വരുന്നതാണ് എന്ത്, മൗണ്ടൻ ബ്രീസും വാലി ബ്രീസും. ഒറ്റ കാര്യമേ ഉള്ളൂ, നോക്കടാ. മൗണ്ടനിൽ നിന്ന് വരുന്ന ബ്രീസ് മൗണ്ടൻ ബ്രീസ്, സിമ്പിളായല്ലേ. വാലിയിൽ നിന്ന് വരുന്ന ബ്രീസ് വാലി ബ്രീസ്. എന്താണ് മൗണ്ടനും വാലിയും? മൗണ്ടൻ എന്ന് വെച്ചാൽ മല, അതിനിടയിലുള്ള താഴ്ന്ന ഭാഗം, താഴ്വാരത്തിനെയാണ് നമ്മൾ വാലി എന്ന് വിളിക്കുന്നത്. കണ്ടോ, അപ്പോൾ മൗണ്ടൻ എന്ന് വെച്ചാൽ മല, അതിൻ്റെ നടുക്കുള്ള ഭാഗം വി പോലെ ഇരിക്കുന്ന ഭാഗം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വാലി. ഓക്കെ, ഇനി നോക്കാം. രാത്രികാലങ്ങളിൽ തണുത്ത കാറ്റ് മൗണ്ടനിൽ നിന്ന് താഴോട്ട് വരും. മൗണ്ടനിൽ നിന്ന് വരുന്നതുകൊണ്ട് അതിന് മൗണ്ടൻ ബ്രീസ് എന്ന് വിളിച്ചു. തിരിച്ച് സൂര്യൻ ഉദിച്ചു, ഡേ ടൈമായി. നമുക്കറിയാം മലമുകളൊക്കെ എപ്പോഴും തണുപ്പാണ്. മൂന്നാർ തണുത്തിരിക്കുന്ന കാര്യം പലതവണ പറഞ്ഞു തന്നെയാണ്. പക്ഷെ താഴത്തെ ഭാഗത്ത് സൂര്യപ്രകാശം അടിക്കുക അല്ലേ. സൂര്യപ്രകാശം ആദ്യം വന്ന് കരയല്ലേ ലാൻഡ് ഭാഗത്തിനെ ചൂടാക്കുന്നതെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടുന്ന് ചൂടായ എയർ എന്ത് ചെയ്യും, രാവിലെയുള്ള സമയത്ത് മുകളിലോട്ട് പോകും. ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന വാലിയിൽ നിന്ന്, അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കും, വാലി ബ്രീസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും, വാലി ബ്രീസ് എന്ന് വിളിക്കും. സംഭവം എന്താണ്, മൗണ്ടൻ. അത് രാവിലത്തെ കാര്യം പറയാം. രാവിലെ സൂര്യൻ ഉദിച്ചു, സൂര്യപ്രകാശം വന്നു. മലയുടെ മുകളിൽ സൂര്യപ്രകാശം അടിച്ചാലും വലിയ കുഴപ്പമില്ല. കാരണം എന്താണ്, ഉയരം കൂടുതൽ ടെമ്പറേച്ചർ കുറയും. ഇവിടെ എന്താവും, ഇവിടെ വാമാവും. വാമായ എയർ എന്ത് ചെയ്യും, മുകളിലോട്ട് പോകും. താഴെയാണ് വാലി, പോകുന്നത് മൗണ്ടനിലോട്ട്. അങ്ങോട്ട് പോകുന്നതുകൊണ്ട് വിളിക്കുന്ന പേര് വാലി ബ്രീസ്. സൂര്യൻ അസ്തമിച്ചു, ആര് വന്നു, സൂര്യൻ അസ്തമിച്ചു, ആര് വന്നു, ചന്ദ്രൻ വന്നു. അപ്പോൾ ഇവിടുത്തെ വാലി ബ്രീസൊക്കെ അസ്തമിച്ചു. ആരാ തണുത്തിരിക്കുന്നത്, ഈ പറയുന്ന മൗണ്ടനാണ് തണുത്തിരിക്കുന്നത്. അപ്പോൾ മൗണ്ടനിൽ നിന്ന് തണുത്ത കാറ്റ് എങ്ങോട്ട് പോകും, താഴോട്ട് പോകും. മൗണ്ടനിൽ നിന്നാണ് വരുന്നത്, സോ എന്ത് പേര് വിളിക്കും, മൗണ്ടൻ ബ്രീസ് എന്ന് വിളിക്കും. തീർന്നു, ഇത്രയേ ഉള്ളൂ. ഇതാണ് മൗണ്ടൻ ബ്രീസും വാലി ബ്രീസും. ഇനി വരുന്ന മൺസൂണാണ്. മൺസൂണും കൂടി ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നാൽ ഇപ്പം തന്നെ നിങ്ങളുടെ തലയിലുള്ള കുറേ കിളികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പറന്ന് പോയിട്ടുണ്ടാകും. അതുകൊണ്ട് തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നില്ല. മൗണ്ടൻ ബ്രീസും വാലി ബ്രീസും ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിക്ചർ കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ, ഓർത്ത് വയ്ക്കാമല്ലോ അല്ലേ. മൗണ്ടൻ ബ്രീസ് എന്ത് പറ്റും, ഡ്യൂറിങ് ദ നൈറ്റ് എയർ അലോങ് ദ മൗണ്ടൻ സ്ലോപ്സ് കൂൾസ്, കോൺട്രാക്ട് ആൻഡ് മൂവ്സ് ഡൗൺ. ദീസ് വിൻസ് ആർ കാൾഡ് മൗണ്ടൻ ബ്രീസ്. അപ്പോൾ എന്താ വാലി ബ്രീസ്, ഡ്യൂറിങ് ഡേ ടൈം ഹീറ്റഡ് by the sunlight and rising up of the air along the mountain slopes make the wind blow up slope, മുകളിലോട്ട് അടിക്കും. This is called valley breeze. ഓക്കെ ആണല്ലോ, തീർന്നു. ഇനി ഈ പറയുന്ന മൺസൂൺ വിൻഡും സൗത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, ലോക്കൽ വിൻഡും, വേരിയബിൾ വിൻഡും, ട്രോപ്പിക്കൽ സൈക്ലോണും, ടെമ്പറേറ്റ് സൈക്ലോണും, ആൻറ്റി സൈക്ലോണും കൂടെ ചേർത്ത് വരുന്നൊരു ഭാഗമുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, കാരണം അത് കുറച്ച് പറയാനുണ്ട് അല്ലേ. ഇപ്പം തന്നെ കുറേ നേരം ആയില്ലേ. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അറിയാമല്ലോ, ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട്